ദുരന്ത ബാധിതർക്കുള്ള ഉപജീവന നഷ്ടപരിഹാരം 9 മാസം കൂടി നീട്ടി. റവന്യൂ മന്ത്രി വിളിച്ച യോഗത്തിലാണ് തീരുമാനം. പുതിയ പരാതികളിൽ അർഹരായവർക്ക് കൂടി നഷ്ടപരിഹാരം നൽകാനും തീരുമാനം. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 49 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം അനുവദിച്ചു. അർജുൻ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, വലിയ തരത്തിലുള്ള ആശ്വാസമാണ് അവർക്ക് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വിലങ്ങാട് ദുരന്ത ബാധിതർക്ക് ഉപജീവന നഷ്ടപരിഹാരമായി 9 മാസം കൂടി തുക നൽകാനാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെയാണ് വിലങ്ങാടും ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ആ ആളുകൾക്ക് 9 മാസം കൂടി ഉപജീവന നഷ്ടപരിഹാരം നൽകാനാണ് ഇന്ന് ചേർന്നിട്ടുള്ള റവന്യൂ വകുപ്പിന്റെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. നാദാപുരം MLA-യും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പുതിയ പരാതികൾ നഷ്ടപരിഹാരം സംബന്ധിച്ച് നിലവിൽ നഷ്ടപരിഹാരം നൽകുന്ന ആളുകൾക്ക് പുറമെ പുതിയ പരാതികൾ കൂടി പരിഗണിച്ച് അവർക്ക് കൂടി അർഹരായിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനമെടുക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 49 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ, 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കാൻ കൂടി ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. തുക ലഭ്യമായി 3 മാസം കൂടി ചൂരൽമല ദുരന്തബാധിതർക്ക് സമാനമായി ഈ വിലങ്ങാടുള്ള ആളുകൾക്കും 6000 രൂപ വീതം വീട്ടുവാടക നൽകാനും ഇന്നത്തെ റവന്യൂ വകുപ്പിന്റെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വിലങ്ങാടുള്ള ഈ ദുരന്തത്തിൽ അകപ്പെട്ടുള്ള ആളുകൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനമാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. സ്വാതി. ശരി അർജുൻ.